ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുറച്ച് ആൾക്ക് ശേഷമാണ് എൻ്റെ ഒരു പടം കണ്ടിട്ട് ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നത്. ഒരു ആക്ടറിന് അല്ലെങ്കിൽ ആക്ടീവ് സ്റ്റുഡൻറ്റ് ഇതിനേക്കാൾ വലിയ എന്ത് സന്തോഷം. പക്ഷേ സത്യം മുഴുവനും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പറയുമ്പോൾ സത്യം മുഴുവനും പറയണം, പകുതി സത്യം പറയരുത്. കട്ട് ചെയ്ത ശേഷം പറയാനായിട്ടാണെങ്കിൽ ആ പേര് കട്ട് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ നമുക്ക് ലിപ്പ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കട്ട് വെർഷനാണ് കാണുന്നത്, വലിയ കുഴപ്പമില്ലായിരുന്നു. കട്ട് ചെയ്യാൻ മാത്രം ഇതിൽ എന്താണ് ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ട് ടൈപ്പാണ്, കമ്പാരബിൾ അല്ല. കട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഇതൊരു സിനിമയാണ്, അത് അങ്ങനെ എടുക്കാൻ ആൾക്കാർ പഠിക്കണം. പാർട്ടിയുടെ അത് കുറേ ഉണ്ട്, ശരിയാണ്. എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ കട്ട് ചെയ്തുകൊണ്ട് വരാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. വേണോ വേണ്ടെന്നൊരു ഒപ്പീനിയൻ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ലല്ലോ. ഒരു പക്ഷേ ഇതിന് മുമ്പ് പോയി കണ്ടിട്ടാണ് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ കട്ട് ചെയ്ത കാര്യം അറിഞ്ഞിരുന്നു. ഇന്ന പോർഷൻസ് ആണ് കട്ട് ചെയ്തത് എന്നൊക്കെ അറിയായിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടപ്പോൾ ഒരു വിഷമം. ബിക്കോസ് ആ ഒരു സിനിമ എങ്ങനെയാണ് ഇറങ്ങിയത് അതേപോലെ കാണണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഇല്ല, ഫസ്റ്റ് കട്ട് ചെയ്യണം മുന്നേ കാണാൻ പറ്റിയില്ലായിരുന്നു. ഒത്തിരി ന്യൂസും റീൽസ് അങ്ങനെയൊക്കെ കണ്ട് ഇതേ ഉള്ളൂ. പടം ആക്ച്വലി സൂപ്പറാണ്. അതിൻ്റെ ആ ഒരു ബിക്കോസ് ആ സിനിമ എങ്ങനെയായിരുന്നു അത് തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. നല്ല പൊളി കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കണ്ടില്ല, നേരത്തെ കണ്ടായിരുന്നു. നല്ല സിനിമ, കൊള്ളാം. പഴയതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇപ്പം നമ്മളത് കമ്പനി തന്നെ പറഞ്ഞേക്കില്ല, ഞാനല്ലല്ലോ അത് ഡിസൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയൊന്നുമില്ല, രണ്ടും ഞാൻ കണ്ടതാണ്, കുഴപ്പം, രണ്ടും ഓക്കെയാണ്. ഞാൻ ഡബ് ചെയ്ത് ഇതിൽ അഭിനയിക്കാൻ പറ്റി, സന്തോഷമല്ലേ. ഇത്രയും വലിയ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുറച്ച് ആൾക്ക് ശേഷമാണ് എൻ്റെ ഒരു പടം കണ്ടിട്ട് ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നത്. ഒരു ആക്ടറിന് അല്ലെങ്കിൽ ആക്ടീവ് സ്റ്റുഡൻറ്റ് ഇതിനേക്കാൾ വലിയ എന്ത് സന്തോഷം. കഴിഞ്ഞ ദിവസം തന്നെ 3 കോടി ടിക്കറ്റാണ് വിറ്റഴിഞ്ഞു പോയത് ബുക്ക് മൈ ഷോയിലൂടെ. അപ്പോൾ എന്താണ്, ഹൈപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് ആൾക്കാർ വരുന്നത് അതുകൊണ്ടല്ലേ. ഇപ്പോഴത്തെ ഇന്നത്തെ ഷോ വീക്ക് ഡേ ആയിട്ട് ഇത്ര ആൾക്കാർ നിങ്ങൾ പ്രാർത്ഥിക്കുക, കാണണം, വിളിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ല, സെക്കൻഡ് ടൈമാണ് കാണുന്നത്. ഫസ്റ്റ് ടൈം കണ്ടു, നല്ലതായിരുന്നു. ഈ പറയുന്ന പോലെ ആശയമില്ലാത്ത ഡീഗ്രേഡിങ്ങാണ് നടക്കുന്നത്. ഒരു കാര്യമില്ല. സിനിമ നല്ല സിനിമയാണ്. 1000 കോടി അടിക്കാനും എല്ലാം നല്ല റെക്കോർഡ് അടിക്കാനുള്ള സിനിമയുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം നല്ലതായിട്ടുണ്ട്. കട്ട് ചെയ്ത ശേഷം പറയാനായിട്ടാണെങ്കിൽ ആ പേര് കട്ട് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ നമുക്ക് ലിപ്പ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അല്ലാതെ സിനിമ അടിപൊളിയാണ്. കഥയിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കട്ട് ചെയ്തുകൊണ്ട് 2 മിനിറ്റിന് എന്തോ വ്യത്യാസമല്ലേ ഉള്ളൂ. കടയിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഓളത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാം അത് സീനൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഈ ലിപ്പിൻ്റെ പ്രശ്നവും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഏജൻസിയുടെ പേര് മാറ്റിയത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. സിനിമ അടിപൊളിയാണ്. സിനിമ ആവശ്യമില്ലാത്ത ഡീഗ്രേഡിങ്ങാണ് നടക്കുന്നത്. അതെന്താണെന്ന് അറിയത്തില്ല. സിനിമ ടോപ്പ് സിനിമയാണ്. അങ്ങനെ പറയാം, നമുക്കറിയില്ലല്ലോ, എന്താണെന്ന് അറിയില്ല. എന്താ ആവാം, സാധ്യതയുണ്ട്, നമുക്ക് അങ്ങനെ പറയാം. ഇല്ല, നമുക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും സിനിമ അടിപൊളിയാണ്. ആവശ്യമില്ലാത്ത ഡീഗ്രേഡിംഗ് ആണ് നടക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ലാലേട്ടൻ്റെ സൂപ്പർ പടം. ഈ ലാലേട്ടന് മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ നല്ല ഡയറക്ഷൻ, മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. സ്ക്രിപ്റ്റിനെ കുറ്റം പറയുന്നതൊക്കെ ഒരുപാട് കേട്ടു. ഒരു കാര്യമില്ല, അടിപൊളി സിനിമയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നല്ല ഫിലിമാണ്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു കേരളത്തിൽ ഇൻ്റർനാഷണൽ ലെവൽ ഫിലിം ആദ്യ പ്രാവശ്യം കാണുന്ന പോലെ തോന്നി എനിക്ക്. നല്ല ഫിലിമായിരുന്നു. താങ്ക് യു. ഇല്ല, കട്ട് കഴിഞ്ഞ് മുമ്പ് കാണാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പം കൊള്ളാം, പക്ഷേ സത്യം മുഴുവനും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പറയുമ്പോൾ സത്യം മുഴുവനും പറയണം, പകുതി സത്യം പറയരുത്. തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ പടം. നല്ല എഫക്റ്റ് ഉണ്ട്, നല്ല ഡയറക്ഷൻ, ആക്ഷൻ സീക്വൻസ് ആണെങ്കിൽ നല്ല ഈസ്റ്ററിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ട് ടൈപ്പാണ്, കമ്പാരബിൾ അല്ല. നമ്മളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കേരളം മുഴുവൻ കണ്ട് തിമിർക്കയല്ലേ. 3ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. കട്ട് ചെയ്തതിനു ശേഷവും ഒരു കുഴപ്പമില്ല. കട്ട് ചെയ്തതിന് മുമ്പാണ് ഞാൻ ആദ്യം 2 പ്രാവശ്യം കണ്ടത്. ഇപ്പോഴും വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. കട്ട് ചെയ്യാനുള്ള ഒന്നുമില്ലായിരുന്നു. കട്ട് ചെയ്യാത്ത അതുകൊണ്ട് ഇനിയിപ്പോൾ ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഒന്നുമല്ല, ഈ പടത്തിന് ഇനിയിപ്പോൾ പ്രൊമോഷനൊന്നും വേണ്ട. എന്നാൽ പക്ഷേ ഒരു പ്രൊമോഷൻ കൂടെ ആയതുപോലെയാണ് തോന്നുന്നത്. കട്ട് ചെയ്ത പോർഷൻ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇന്നത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. കൊള്ളാം. എനിക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സ് അല്ലാണ്ടും സ്റ്റോറി പലരും പറഞ്ഞു സ്റ്റോറിക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടെന്ന്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. എല്ലാം കൂടെ ചേർത്ത് ഐ ലൈക്ക് ദ മൂവി. ഐ ഹോപ്പ് എവറിബഡി വിൽ ലൈക്ക് ഇറ്റ്. ദിസ് ഫസ്റ്റ് ടൈം. കട്ട് ചെയ്ത ശേഷം ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല. സെക്കൻഡ് ടൈം കണ്ട ആൾക്കാർ പറയുന്നത് ഒരുപാട് കട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ കട്ട് ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഐ ലൈക്ക് ദ മൂവി ഓൾസോ. ഞാൻ ഫസ്റ്റ് ടൈം കട്ട് വെർഷനാണ് കാണുന്നത്. വലിയ കുഴപ്പമില്ലായിരുന്നു. കട്ട് ചെയ്യാൻ മാത്രം ഇതിൽ എന്താണ് ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ കുഴപ്പമില്ലായിരുന്നു, തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതെ, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കട്ടിന് വേർഷൻ കണ്ടുള്ള ആളുണ്ട്, അപ്പോൾ പുള്ളിക്കാരി കൂടെ ഉണ്ടായിരുന്നോണ്ട് വലിയ വ്യത്യാസമൊന്നും തോന്നിട്ടില്ല എന്നാ പറഞ്ഞ്. അതിന് മുമ്പ് എന്തായാലും എത്തിയിട്ടുണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള പ്രൊമോഷൻ ഉള്ളത് ചെയ്തിട്ടുണ്ട്. മുമ്പേ ഓൾറെഡി 200 crore ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. സിനിമയുടെ മേക്കിംഗ് ഒക്കെ ആ രീതിക്ക് അറിയണമെങ്കിൽ തിയേറ്ററിൽ ഒന്ന് തന്നെ അറിയണം. സിനിമയായിട്ട് കാണണം, അത് ഒറിജിനലാണോ. കട്ട് ചെയ്യേണ്ടെന്ന് തന്നെയാണ്
അഭിപ്രായം. ഇപ്പൊ കട്ട് വേർഷൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് വേണോ വേണ്ടേന്നൊരു ഒപ്പീനിയൻ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ലല്ലോ. ഒരു പക്ഷെ ഇതിന് മുമ്പ് പോയി കണ്ടിട്ടാണ് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുമായിരുന്നു. ഇതിപ്പം കട്ട് വേർഷനാണ് ഞാൻ ഫസ്റ്റ് കാണുന്ന എമ്പുരാൻ എന്ന് പറയുന്നത്. എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒപ്പീനിയൻ നമുക്ക് തരാൻ പറ്റത്തില്ലല്ലോ. അല്ല കട്ടാ കാണുന്നെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. പോരാ, കാണാനൊരു പ്രതീക്ഷയില്ലായിരുന്നു കട്ട് ചെയ്തുകൊണ്ട്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കൊള്ളാം. ഫസ്റ്റ് ഹാഫ് തിയേറ്റർ അതിന് വേണ്ടിയിട്ടാണ് വന്നത്, തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ കട്ട് ചെയ്തുകൊണ്ട് വരാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ലൂസിഫറിനേക്കാളും അതായിരുന്നു കുറച്ചുകൂടെ മുന്നിട്ട് നിന്നെന്ന് തോന്നി. അല്ല, ഫസ്റ്റ് ആയിരുന്നു നല്ലത്. ആവശ്യം ഉള്ളത് കുറച്ച് പോയി. ഫസ്റ്റ് ആയിരുന്നു നല്ലത്, സെക്കൻഡ് അത്ര പോലെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ലൂസിഫർ തന്നെ കുറച്ചുകൂടെ കൊള്ളാമെന്നത്. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ചുമ്മാ ഇങ്ങനെ പിന്നെ പേരൊക്കെ മാറ്റി അതൊക്കെ കുറച്ച് ഓവറാണ് തോന്നി. എന്തായാലും കട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഇതൊരു സിനിമയാണ്, അത് അങ്ങനെ എടുക്കാൻ ആൾക്കാർ പഠിക്കണം. പാർട്ടിയുടെ അത് കുറേ ഉണ്ട് ശരിയാണ്, എന്നാലും ഒരു സിനിമയായിട്ട് കാണാനുള്ള ഇതൊന്നും ആർക്കാർക്കില്ല. കുറേ നാൾ മുമ്പ് തന്നെ ഇപ്പം മാർക്കോ ഇത് ഇനിയിപ്പം കൊള്ളാം, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ആദ്യത്തെ ലൂസിഫർ തന്നെ കുറച്ചുകൂടെ ഒരു